കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും കർത്തസന്നിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. പിന്നെ അവർ പടകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ അവൻ പടവുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, യേശു കർത്താവ് എവിടൊക്കെ ചെന്നു അവിടൊക്കെ അവനെ അനുധാവനം ചെയ്തു. ഒരു കൂട്ടം ജനം ഉണ്ടായിരുന്നു. അവൻ എവിടൊക്കെ ചെല്ലുന്നു അവിടെ ഒക്കെ ആൾക്കൂട്ടമായിരുന്നു, ജനത്തിരക്കായിരുന്നു. എന്നാൽ ഈ 5-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്. അവൻ ഗെന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ജനക്കൂട്ടം ദൈവവചനം കേൾക്കുവാൻ അവന്റെ ചുറ്റും കൂടി. അപ്പോൾ യേശു കർത്താവ് ചെല്ലുന്നിടത്തൊക്കെ എന്താണ്? ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തിന്റെ കാരണത്താൽ യേശു കർത്താവിനോട് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? 2-ാം വാക്യത്തിൽ, അപ്പോൾ 2 പടകുകൾ കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടം നിമിത്തം അവിടെ നിന്ന് പ്രസംഗിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ 2 പടകുകൾ കരയോടടുത്ത് നിൽക്കുന്നത് കർത്താവ് കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ വേണ്ടി ജീവിതം കൊടുക്കുവാൻ, കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുവാൻ എവിടെയും ആളുകളുണ്ട്. കാരണം കർത്താവിന്റെ പിന്നാലെ കടന്നു എന്നാൽ അപ്പം കിട്ടും. കർത്താവിന്റെ പിന്നാലെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് വചനം കിട്ടും, ആശ്വാസം കിട്ടും, നിരാശയിൽ നാശം ലഭിക്കും. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാനൊരു സത്യം പറയാം. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനായി കർത്താവിന്റെ പുറകെ വന്ന ജനക്കൂട്ടം തിക്കും തിരക്കും കാരണത്താൽ കർത്താവിനോട് ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയാതെ വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? ഈ ജനത്തെ ഉപദേശിക്കണം. പത്രോസിന്റെ പടകിലേക്ക് താൻ കയറാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പടകുകളിൽ ശീമോന്റേതായിരുന്ന ഒന്നിലവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. നോക്കിക്കേ, ഇവിടെ പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ചുരുക്കവാചകത്തിൽ പറയട്ടെ. പടക് എവിടെയാണ് കിടക്കേണ്ടത്? ഒരു പടക് കിടക്കേണ്ടത് വെള്ളത്തിലാണ്, കരയിലല്ല. എന്നാൽ ഈ പടകിന്റെ അവസ്ഥ എന്താണ്? പകുതി കരയിലും പകുതി വെള്ളത്തിലുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പകുതി കരയിലും പകുതി വെള്ളത്തിലുമായി നിൽക്കുന്ന പടകിൽ നിന്നുകൊണ്ട് ഒരിക്കലും ആമേൻ ശുശ്രൂഷിപ്പാൻ, ഉപദേശിക്കുവാൻ കഴിയത്തില്ല. ഇന്നത്തെ ഉപദേശങ്ങളിൽ പലപ്പോഴും സത്യം പുറത്തു പറയുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്ന അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്നത്തെ ഉപദേശങ്ങൾ പലതും പകുതി ലോകത്തിലും പകുതി ദൈവത്തിലുമായിട്ടാണ്. ഇന്നത്തെ പല വിശ്വാസികളും ലോകപ്രകാരം പകുതി കാര്യങ്ങൾ ജീവിക്കുന്നു. ദൈവസഭയിൽ പോകുമ്പോൾ സഭയിലെ കാര്യങ്ങൾ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്, നീ ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം, ഒന്നുകിൽ മാമോനെ സേവിക്കണം. ഇത് രണ്ടും കൂടി ഒരിക്കലും സാധ്യമല്ല. ഒന്നുകിൽ നീ ഉഷ്ണവാനാകണം, ഹല്ലേലൂയ, ഒന്നുകിൽ നീ ശീതവാനാകണം. ശീതോഷ്ണവാനായി തീർന്നാൽ തന്റെ വായിൽ അവൻ ഉമിണ്ട് കളയുവാനിടയാകും. ഇന്ന് പകൽ വേളയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, ഇന്ന് പല ശീതോഷ്ണാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. അവരെ നോക്കി പറയുകയാണ്, നിന്റെ മേൽ നിന്നുകൊണ്ട് കർത്താവിന് പ്രസംഗിക്കുവാൻ സാധിക്കുമല്ല. നിന്റെ മേൽ നിന്നുകൊണ്ട് ലോകത്തിന് സുവിശേഷം പ്രസംഗിക്കുവാൻ സാധ്യമല്ല. കാരണം നീ ആയിരിക്കുന്നത് ലോകത്തിലാണ്. പകുതി കടഭാരം കാണും, ഞെരുക്കം കാണും, ബുദ്ധിമുട്ടുകൾ കാണും. എന്നാൽ ഞാൻ പറയട്ടെ, നിന്റെ പൂർണ്ണ സമയം നിന്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്ക്. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാകുന്ന പടകേ, ദൈവ സഹോദരിയെ, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ആലോചന പറയുകയാണ്. ജീവിതം ഇന്ന് പകൽക്കാലം കർത്താവിനായി പൂർണ്ണമായി വിട്ടുകൊടുക്കണം. പടക് വെള്ളത്തിലാണ് കിടക്കേണ്ടത്. ഒരു ദൈവ പൈതൽ ദൈവവചനത്തിന് അനുസൃതമായിട്ടാണ് ജീവിക്കേണ്ടത്. വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കാത്ത ഒരു ദൈവ പൈതലിലൂടെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടത്തില്ല. ഇന്ന് ലോകപ്രകാരം പലരും ജീവിക്കുമ്പോൾ, ലോകപ്രകാരം ജീവിച്ചിട്ടും സുവിശേഷം അറിയിക്കുന്നുണ്ട്.
എന്നാൽ പല ഹൃദയങ്ങൾക്ക് മാറ്റം വരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? പ്രസംഗിക്കുന്നയാൾക്ക് മാറ്റം വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? താൻ ഇത് ആരുടെ പടകെന്ന് കർത്താവ് ചോദിച്ചിട്ട്, അവിടെ ചോദിച്ചതായിട്ട് എഴുതിയിട്ടില്ല, നമുക്ക് മനസ്സിലാകും. കർത്താവിനെ സകലതും അറിയാമല്ലോ. ഇത് പത്രോസിന്റെ പടകെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ശീമോന്റെ പടകെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പടകിലേക്ക് കർത്താവ് കയറിയിരുന്നിട്ട് യേശു ഇങ്ങനെ പറയുക, അല്ലയോ ശീമോനെ, പടകൽപ്പം ഈ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നീക്കണം. ഞാൻ ആത്മാർത്ഥയോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് കയറിയ പടകുകൾക്കൊരിക്കലും കരയിൽ നിൽക്കാൻ സാധ്യമല്ല. കര ഈ ലോകത്തെ കാണിക്കുകയാണ്, ഈ ലോക ജീവിതത്തെ കാണിക്കുകയാണ്. ഈ ലോക മോഹങ്ങളിലും ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലും ഈ ലോകത്തിന് അനുരൂപപ്പെട്ടും ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ പൗരത്വം ഇവിടെയല്ല. വചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിപ്പാൻ വേർതിരിക്കപ്പെട്ട ദൈവ പൈതൽ ഇന്ന് പകൽക്കാലത്തിങ്കൽ ആമേൻ ദൈവ വചനത്തിന് അനുസൃതമായി ക്രിസ്ത്യൻ ജീവിതം നയിക്കണം. കർത്താവിന്റെ വാക്കിനെ അനുസരിക്കണം. പത്രോസ് അവിടെ എന്ത് ചെയ്തു? അവനൊന്നും ഉരിയാടിയില്ല. അവൻ പടകിൽ കയറിയിട്ട് പടക് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നീക്കുവാനിടയായി. അപ്പോൾ സംഭവിച്ചത് എന്താണ്? യേശു കർത്താവ് അതിൽ നിന്ന് പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസംഗമല്ല, നമ്മുടെ വാക്ചാതുര്യമല്ല, നമ്മുടേതായ പല കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതമായിരിക്കണം സുവിശേഷം. ഞാൻ എപ്പോഴും പറയും, പ്രസംഗിക്കാൻ കഴിയാം. ആമേൻ. വൈഭവമുള്ളവർക്ക്, വാക്ചാതുര്യമുള്ളവർക്ക് ആമേൻ ഏത് നല്ല ഭാഷകളിലും പ്രസംഗിക്കുവാൻ കഴിയും. എന്നാൽ ജീവിച്ച് കാണിക്കുവാൻ ബുദ്ധിമുട്ടാണ്. വാക്ചാതുര്യത്തോടുകൂടി ആമേൻ അലറി വിളിച്ച് പ്രസംഗിച്ചാൽ യാതൊരു വിധത്തിലും ജനഹൃദയങ്ങൾക്ക് മാറ്റം വരികയില്ല. എന്നാൽ ജീവിച്ചു കാണിക്കുവാൻ തയ്യാറായാൽ ക്രിസ്തുനാഥൻ എന്നിലും നിന്നിലും നിന്നുകൊണ്ട് അവൻ പ്രസംഗിക്കപ്പെടും. ക്രിസ്തുനാഥൻ എന്നിലും നിന്നിലും നിന്നുകൊണ്ട് മറ്റുള്ളവർ കാണപ്പെടുന്നത് നമ്മുടെ ജീവിതം മാറ്റം വന്നിട്ട് ക്രിസ്തുനാഥനെ അവർ കാണുവാനിടയാകും. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ദൈവവൈതലിന് അഭിമാനിക്കുന്നവരെ നോക്കി ഞാൻ പറയട്ടെ, നീ ഇന്ന് തന്നെ ചിന്തിക്കണം, തന്നെ ശോധന ചെയ്യണം. ജീവിതം ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടോ? പകുതി കരയിലാണോ? ഇന്നൊരു തീരുമാനമെടുക്ക. കർത്താവ് പറയുക, ശിമോനെ, ഈ പടകൽപ്പം വെള്ളത്തിലേക്ക് നീക്ക. കർത്താവ് ഇന്ന് പകൽക്കാലം ഈ തിരുവചനം ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളോടായി, ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടായി, ആമേൻ, ഇത് സദയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് മീഡിയകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ കർത്താവിനായി വേർതിരിക്കപ്പെട്ടുവോ? കർത്താവിന്റെ വാക്കിനെ അനുസരിക്കണം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഭാരത്തോടെയായിരുന്ന പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് കീറിയ വലകൾ തുന്നിത്തയ്ച്ചുകൊണ്ടായിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ഞാനൊരു നഗ്ന സത്യം നിങ്ങളോട് പറയാം. കരയിലിരുന്നവൻ കീറിയ വലകൾ തുന്നിത്തയ്ക്കുമ്പോൾ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആശയുണ്ട്, അടുത്ത രാത്രി എനിക്ക് വരുന്നുണ്ട്, അടുത്ത രാത്രി തന്നെ അധ്വാനിക്കേണ്ടിവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷ ഘോഷണത്തിൽ നിൽക്കുന്നവരോടായും ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഭിന്നിപ്പിക്കപ്പെട്ടതും ആമേൻ പൊട്ടിപ്പോയതുമായ നഷ്ടമായതുമായ അനുഭവങ്ങളെ മടക്കിയെടുക്കുവാൻ ദൈവകൃപയിലേക്ക് ഒരു മടങ്ങി വരവിന്റെ കാലഘട്ടമാണ്. ഇന്ന് പകൽക്കാലത്തിങ്കിൽ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് ജീവിതം ഇന്ന് പകൽക്കാലം തിരിക്കെ കർത്താവിന്റെ വാക്കിനെ അനുസരിക്ക്. നാൾത്തോറും ഭാരങ്ങളെ ചുമന്നേറ്റെടുക്കുന്ന കർത്താവ് എനിക്ക് നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയാകും. പത്രോസ് വാക്കിനെ കേട്ടു, എന്ത് ചെയ്തു? പടക് നീക്കി. എന്നിട്ട് കർത്താവ് അതിൽ നിന്ന് പ്രസംഗിച്ചു. അനേകര പ്രസംഗം കേട്ടു. ഒരുപക്ഷെങ്കിൽ അനേകര് മനസാന്തരപ്പെട്ട് കാണും. എന്നാൽ ആ പടകിൽ ശീമോൻ ഇരുന്നപ്പോൾ കർത്താവ് അവിടെ ഇരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിച്ച് 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുക, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ പത്രോസ് ഒരു കാരണവശാലും യേശു കർത്താവിനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നമ്മെ നന്നായി അറിയുന്നവൻ, അവന്റെ മുൻപ് സകലതും നഗ്നതും മലർന്നതുമാകിയാൽ
അവനോടാകും നമുക്ക് കാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആമേൻ അനുധാവനം ചെയ്യുന്ന ദൈവവേദലേ, ദൈവവേല നീ അധ്വാനിച്ചിട്ട് നിനക്ക് ശേഷിപ്പൊന്നുമില്ലേ? ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നീ ജീവിച്ചിട്ട് നിനക്ക് പലപ്പോഴും ഒരനുഗ്രഹവും ലഭിച്ചില്ലേ? നീ ഭാരപ്പെടേണ്ട, കൂലിയും പ്രതിഫലവും അവൻ നിനക്ക് വേണ്ടി നൽകുവാൻ വിശ്വസ്തനായിട്ടുണ്ട്. കർത്താവിനെ അറിഞ്ഞ അവന്റെ വാക്കുകളെ അനുസരിച്ച് തിരുവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിപ്പാൻ നീ തയ്യാറായാൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, ആമേൻ, അവന്റെ വാക്കുകളെ അനുസരിക്കുന്നവരെ, അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെ അവൻ ലക്ഷിപ്പിക്കുന്ന ദൈവമല്ല. ഒരു കാലത്ത് ആമേൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് പകൽക്കാലം ഞാൻ നിന്നെ സ്ഥിരമായ പാറമേൽ നിർത്തുവാൻ പോകുക. ക്രിസ്തുവാൻ പാറമേൽ നിൽക്കുവാൻ തയ്യാറായിക്കൊള്ളുക. കർത്താവിന്റെ കരം പിടിക്കും. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, മീൻ പിടുത്തത്തിന് വല വീശാൻ പറഞ്ഞപ്പോൾ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. വല വീശാൻ പറഞ്ഞപ്പോൾ അതിനു മുൻപേ ഒരു പരാതിയും പറഞ്ഞില്ല. നമ്മൾ 100 പരാതികളുമായി ദൈവസനിൽ കടന്നു ചെല്ലും, മറുപടിയും കിട്ടത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇതിലൂടെ ഒരു ദൂതനോട് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, മിണ്ടാതിരുന്ന് ദൈവമെന്നറിയാ. ദൈവവചനത്തിന് മുൻപാകെ തങ്ങളുടെ ശിരസുകളെ ആമേൻ മണക്കിക്കൊണ്ട് അവന്റെ വചനങ്ങളെ ഹല്ലേലൂയ ശിരസ സ്വീകരിച്ചുകൊണ്ട് അവന്റെ വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ തയ്യാറാകുന്നുവോ? ദൈവം തമ്പുരാൻ അവർക്കും ഓരോ തലമുറകൾക്കും വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയാകും. ഇന്ന് പകൽക്കാലം നീ ഞെരുക്കത്തിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. നാളെയെ കുറിച്ചുള്ള ആകുലതയാണോ പത്രോസ് ചിന്തിച്ചതുപോലെ? ഒരു പക്ഷെങ്കിൽ ആമേൻ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കാര്യങ്ങൾ, ആമേൻ, ഒന്നും എന്റെ കൈവശം കിട്ടിയില്ലല്ലോ, ആമേൻ, എന്ത് അധ്വാനിച്ചു, എന്തുമാത്രം ഞാൻ കഷ്ടപ്പെട്ടു, രാത്രി ഞാൻ ഉറക്കളിച്ചു, ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ എന്നോർക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ആരെങ്കിലും ആമേൻ ഭാരത്തോടെ ഈ തിരുവചന കേൾവിയിലായിരിക്കുന്നുവോ? ദൈവാത്മാവ് പറയുന്നു, നിന്റെ അധ്വാന ഫലം ആമേൻ നീ തന്നെ തിന്നും, മറ്റാരും അത് കൊണ്ടുപോകത്തില്ല. നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ ആർപ്പോടെ കൊയ്യുന്ന ഒരു ദിവസം നിന്റെ മുൻപിൽ വരും. ഹല്ലേലൂയ. രാത്രികാലങ്ങളിലുള്ള നിന്റെ പ്രാർത്ഥന, രാത്രികാലങ്ങളിലുള്ള നിന്റെ കണ്ണീര്, ഹല്ലേലൂയ, നീ കർത്താവിന് വേണ്ടി ഓടിയത്, അധ്വാനിച്ചത്, ട്രാക്ട് കൊടുക്കുവാൻ പോയത്, ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, പട്ടിണി കിടന്ന് ഹല്ലേലൂയ സുവിശേഷ വേലയിലായിരുന്നത്, അനേകം ദൈവദാസന്മാർക്ക് തങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തത്, ദൈവമക്കളെ ദൈവനാമത്തിന് വേണ്ടി തങ്ങളാൽ ആവോളം ചെയ്തത്, കർത്താവ് ഇതൊന്നും മറന്നു പോകുന്ന ദൈവമല്ല. അവൻ ആർക്കും കടക്കാരനല്ല പ്രിയപ്പെട്ടവരെ. അവൻ അത്ഭുതമന്ത്രിയായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവൃത്തിയിൽ ഭയങ്കരനും ആലോചനയും ശക്തനുമായ ദൈവമാണ്. അവന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ആകയാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഈ വിഷയത്തിന് ഭാരപ്പെട്ടിരിക്കുന്നുവോ? നാളെ കുറിച്ച് ആകുലപ്പെടേണ്ട, നിന്റെ തലമുറയോർത്ത് വ്യാകുലപ്പെടേണ്ട. എനിക്ക് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്ക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുന്നതുമില്ല, എങ്കിലും അവയ്ക്ക് വേണ്ടി ഇതൊക്കെയും സ്വർഗസ്വനായ പിതാവ് നൽകി കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ തന്റെ സ്വരൂപത്തിലും സ്വാദൃശ്യത്തിലും ഉണ്ടാക്കിയ നാം അവന്റെ മക്കളും ഹല്ലേലൂയ അവന്റെ മക്കളായി ആമേൻ ജീവിക്കുന്ന നമ്മെ എത്രമാത്രം കരുതും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കേ. പത്രോസേ, നീ ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കെ. എക്സ്ക്യൂസ് പറഞ്ഞെങ്കിലും അവൻ പറയുക, വല കഴുകി തുന്നിക്കെട്ടി മടക്കി വെച്ചു, ആ വല ഉണങ്ങി, ഇനി ഇപ്പോൾ നനയ്ക്കണ്ടേ? ദൈവമക്കളെ, കർത്താവിന്റെ വാക്കിനെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടം വരത്തില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരം ഹല്ലേലൂയ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. പത്രോസ് പറഞ്ഞു, എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രിയപ്പെട്ടവരെ, സംശയിക്കേണ്ട. കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നോട് ആലോചന പറയുക. നീ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണോ? നിരാശയിൽ കടഭാരത്താൽ ഞെരുങ്ങിയിരിക്കുകയാണോ? ഭാരത്താൽ ഞെരുങ്ങിയിരിക്കുകയാണോ? നിന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ എന്റെ സ്വർഗസ്ഥനാഥൻ ഇറങ്ങി വരികയാണ്. നീ അവന്റെ വാക്കിനെ ഒന്ന് അനുസരിച്ചാൽ മതി. വചനം എന്ത് നിന്നോട് സംസാരിക്കുന്നു? കർത്താവിന്റെ വചനത്തിൽ എന്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്? വചനത്തെ അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടിമറിക്കാതെ അതിനെ അനുസരിക്കുവാൻ തയ്യാറായാൽ സ്വർഗസ്ഥ പിതാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ആത്മാവിൽ ആലോചന പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത് അവിടെ? പത്രോസ് എന്ത് ചെയ്തു? അവൻ കർത്താവ് പറഞ്ഞതുപോലെ ആമേൻ അവൻ വലയിറക്കി. എന്ത് സംഭവിച്ചു? 6-ാം വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറുവാൻ തുടങ്ങി. പെരുത്ത മീൻകൂട്ടം എന്ന് വെച്ചാൽ ഈ ഞാൻ എപ്പോഴും പറയുന്ന, നമ്മൾ പറയല്ലോ ഈ ഊത്ത കീറുന്നത് പോലെ പെരുത്ത മീൻകൂട്ടം. ആ മീൻ അവന്റെ വല കീറാറാകുവോളം. വല കീറിയില്ല. കീറിയിരുന്നെങ്കിൽ കയറിയതെല്ലാം അതിലെ കൂടെ ഇറങ്ങിപ്പോയേനെ. ഒരെണ്ണം പോലും പോകാതെ, ഒരൊറ്റ കയറിയ മീൻ പോലും പോകാതെ ഹല്ലേലൂയ അവന്റെ വല നിറച്ചു. മാത്രമല്ല എന്താ സംഭവിച്ചത്? ആമേൻ അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ ഒരു മാടി വിളിച്ചു. ഹല്ലേലൂയ. അവർ വന്ന് 2 പടകുകളും മുങ്ങുമാറാവോളം നിറച്ചു. മാത്രം. കഴിഞ്ഞ രാത്രി അധ്വാനിച്ചതാ, കഴിഞ്ഞ രാത്രി കഷ്ടപ്പെട്ടതാ, ഒന്നും കിട്ടിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഒന്നും കിട്ടത്തില്ല കേട്ടോ. കർത്താവിനെ കൂടാതെയുള്ള നിന്റെ അധ്വാനം വെറുതെയാണെയോ മക്കളെ? കർത്താവില്ലാത്ത ക്രിസ്തീയ ജീവിതം വെറുതെയാ. കർത്താവ് നിന്നിലൂടെ പ്രസംഗിക്കുവാൻ നീ അനുവാദം കൊടുക്ക. നിന്റെ ജീവിതമാം പടക് കർത്താവിന് വിട്ടുകൊടുക്ക. കരയിൽ നിന്ന് അല്പം വെള്ളത്തിലേക്ക് നീക്ക്. ലോകപ്രകാരം നിനക്ക് ജീവിക്കുവാൻ വ്യവസ്ഥയില്ല. കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവവൈതൽ കർത്താവിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കണം. പകുതി ലോകക്കാരെ പോലെയും. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ഞാനിപ്പോ ഓർക്ക, കുഞ്ഞമ്മ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉത്സവത്തിന്റെ കാലഘട്ടമാ നോർത്ത് ഇന്ത്യയിലെ. ആ വിശ്വാസത്തിലേക്ക് വന്ന പല കാര്യങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആ ഉത്സവത്തിനൊക്കെ ആഡംബരത്തോടെ ജീവിച്ചതാണ്. മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തതാണ്. നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിച്ചതാണ്. ഇതിലൊക്കെ ഞങ്ങൾ ആഹ്ലാദിച്ചവരാണ്. എന്ന് വെച്ച് ആ സമയത്തേക്ക് പോകുവാനല്ല. നമുക്കിവിടെ ഓണം സീസൺ വരുന്നു. ദൈവമക്കളെ, നാം ദൈവമക്കളായിരിക്കുന്നവർ ഹല്ലേലൂയ ലോകത്തിന്റെ ഇഷ്ടത്തിലേക്ക്, ഐതിഹ്യങ്ങളിലേക്ക് ഇറങ്ങരുതേ. ജീവിക്കുന്നവനായ കർത്താവിന്റെ വചനത്തിൽ ജീവിക്കുവാൻ തയ്യാറാക. ലോകം പോകുന്നത് പോലെ, ലോകക്കാർ പോകുന്നത് പോലെ ദൈവമക്കൾക്ക് ജീവിക്കാൻ വ്യവസ്ഥയില്ല കേട്ടോ. ദൈവിക വ്യവസ്ഥയും പ്രമാണവും അനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. അല്ലാത്തത് കൊണ്ടാണ് കർത്താവിന്റെ വചനങ്ങളെ വിട്ട കരയിൽ നിൽക്കുന്നത് കൊണ്ട് അനുഗ്രഹമില്ലാത്തത്. ഞായറാഴ്ച വെള്ളത്തിലിറങ്ങും, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെള്ളത്തിലിറങ്ങും, പിന്നെ മാസയോഗത്തിനൊന്ന് വെള്ളത്തിലിറങ്ങും. ദൈവമക്കളെ, അതല്ല. നാം എപ്പോഴും പടക് കിടക്കേണ്ടത് വെള്ളത്തിലായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണ പ്രകാരം പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ ആമേൻ നമ്മുടെ ജീവിതം ആ നൗക കിടക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ ബുദ്ധി ഉപദേശിച്ചിരുന്ന കർത്താവ് അതിന്റെ അകത്ത് കാണും, ജനത്തെ ഉപദേശിക്കും. നമ്മുടെ പടക്, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ഉപദേശിക്കുന്നതായി മാറുവാൻ ഇടയാകും. നമ്മുടെ ഉപദേശം കൊണ്ട് നാം മാത്രമല്ല മറ്റുള്ളവർ കൂടി അനേക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് സമർപ്പിക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഹല്ലേലൂയ, ആരും ഇന്ന് നിരാശപ്പെടരുത്, ആരും ഇന്ന് ഭാരപ്പെടരുത്, ആരും ഇന്ന് ഹല്ലേലൂയ വിഷമിക്കരുതേ. എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ പരമയാഗം ഈ ലോകത്തിലല്ല, വരുവാനിരിക്കുന്ന ലോകത്തിലും വലിയ നന്മകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്മകൾക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. ജീവിതമാ നൗക. ഇവിടെ നശിക്കുമെന്ന് തോന്നണ്ട. നശിക്കാത്തൊരു രാജ്യം നമുക്കുണ്ട്. നമ്മുടെ ശരീരമേ ഇവിടെ തീരത്തുള്ളൂ. ഇല്ല, കർത്താവിന്റെ വരവിങ്കൽ നാം എടുക്കപ്പെട്ടാൽ നീ ശരീരം രൂപാന്തരപ്പെടുകയും ചെയ്യും. മണ്ണിനോട് മണ്ണ് ചേരത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമുക്ക് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമായിരിക്കണം. ഒരിക്കലും ആരും നിരാശപ്പെടേണ്ട. കർത്താവിന്റെ വാക്കിനെ അനുസരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. കർത്താവ് വചനത്തിൽ ഇങ്ങനെ പറയുന്നു. 11-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ അവർ പടകുകൾ കരയ്ക്കടുപ്പിച്ച ശേഷം സകലതും വിട്ട് അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കണ്ടു കേട്ട് ഹല്ലേലൂയ അവർ ആമേൻ യേശുവിനെ അനുഗമിച്ചു. അവർ സംഭ്രമിച്ചു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ശീമോന്റെ പടക ആമേൻ. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട്, ആ വലിയ പെരുത്ത മീൻകൂട്ടത്തെ കണ്ടിട്ട് ശീമോൻ പത്രോസ് ആമേൻ എന്ത് ചെയ്തു? പരിഭ്രമിച്ചു. അവന് ഭയങ്കര അതിശയം തോന്നി. എന്നിട്ട് പറയുകയാണ്: കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടുപോകണം. അവർ നടത്തിയ മീൻപിടുത്തത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവന് മനസ്സിലായി. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിൽ കർത്താവ്
മറ്റുള്ളവരോട് പറഞ്ഞ സുവിശേഷം ഹൃദയത്തിൽ കയറി. അതുകൊണ്ട് പറഞ്ഞ ഞാൻ പാപിയായ മനുഷ്യനാ. ഇന്ന് പകൽക്കാലം ഇതാണ് ഒരു ദൈവത്തിന് വേണ്ടിയത്. നമ്മളിലുള്ള കുറവുകൾ ഏറ്റുപറഞ്ഞ്, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്തസന്നിധിയിലേക്ക് കടന്നു വാ. നമുക്ക് വേണ്ടി അവൻ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരേണ്ടതിന് അവൻ കൃപ തരും. അതുകൊണ്ട് പറയുക, മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകിത്തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം അവന്റെ പാദപീഠത്തിൽ ഇറക്കി വെക്ക്. പത്രോസ് അവന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണു. എന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നീ എന്നെ വിട്ടുപോകണം. ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഞാൻ നിന്റെ വകയാണ്. ഹല്ലേലൂയ, എന്റെ കുറവുകളും തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ശീമോൻ എന്ത് ചെയ്തു? ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദി മക്കൾക്ക് അപ്രകാരം തന്നെ ആ സാഹചര്യം ഉണ്ടായി. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഇതുവരെ മത്സ്യം പിടിക്കുന്നവനായിരുന്നു. അവന് കുറ്റബോധമുണ്ടായി, പാപബോധമുണ്ടായി. ഹല്ലേലൂയ. ദൈവമക്കളെ, പാപബോധവും ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്താപവും ഉള്ളവർക്ക് മാത്രമേ കർത്തൃശുശ്രൂഷയിൽ ശോഭിക്കാൻ പറ്റത്തുള്ളൂ. ലോകപ്രകാരം ജീവിച്ചിട്ട് ഇതൊക്കെയാണ്, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറയും, ഈസ്റ്ററിനൊക്കെ ഇപ്പം പാസ്റ്റർമാർക്ക് പോലും ഇപ്പം ലഹരിയില്ലാത്ത വീഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതുകൊണ്ട് അല്പം കുടിച്ചാൽ സേവിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ദൈവമക്കൾ, അതിന്റെ ഒന്നും പുറകെ പോകരുതേ. കർത്തൃനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പ്രസംഗിക്കപ്പെടുന്ന, കർത്താവ് പ്രസംഗിക്കുന്ന ഒരു പടകായി മാറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ മാത്രമല്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്ന യാക്കോബ്, യോഹന്നാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ അടുക്ക് വന്നു. അവരെ എല്ലാവരെയും കർത്താവ് വിളിച്ച് വർദ്ധിച്ചു. ശീമോനോട് കർത്താവ് പറഞ്ഞു, നീ ഇതുവരെ മീൻ പിടിക്കുന്നവനായിരുന്നു, ഇനി മനുഷ്യനെ പിടിക്കുന്നവരാകും, എന്റെ ശുശ്രൂഷകനായിട്ട് മാറും. അങ്ങനെ കർത്താവിന്റെ വാക്കിനെ അവർ വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ആ കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി അവർ സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയായി. പിന്നെ അവർ പടകൾ കരയ്ക്കടുപ്പിച്ച ശേഷം സകലതും വിട്ടവനെ അനുഗമിച്ചു. പടവും എല്ലാം വിട്ടവനെ അനുഗമിപ്പാൻ ഇടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവ് വരത്തില്ല. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പത്രോസ്, ഹല്ലേലൂയ, പ്രതീക്ഷിക്കാത്ത നിലയിൽ അവന്റെ കയ്യിലേക്ക് ഒരു താക്കോൽ കൂട്ടം എടുത്തു കൊടുത്തിട്ട് പറയാ, പത്രോസ്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പത്രോസിന് ഹല്ലേലൂയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, കർത്തൃസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറായിക്കോ. കർത്താവ് നിന്റെ കയ്യിലും ചിലത് ഏൽപ്പിക്കാൻ പോകുക. ചില താക്കോൽ കൂട്ടങ്ങൾ നിന്നെയും ഏൽപ്പിക്കാൻ പോവുക. ചില കൃപകളും ചില കൃപാവരങ്ങളും ഏൽപ്പിക്കാൻ പോവുക. ആമേൻ. അത് ഏറ്റുവാങ്ങുവാൻ മനസ്സ് വെക്കുമോ? അത് ഏറ്റുവാങ്ങുവാൻ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിന്നോട് പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ആര് സമർപ്പിക്കും? തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇരുന്ന നിമിഷം മുതൽ ഈ സമയം വരെയും ദൈവകൃപയെ ഞങ്ങളെ പരിപാലിച്ചല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ഈ തിരുവചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. കർത്താവേ, ഈ തിരുവചനം കേൾക്കുന്ന ഒരു ഹൃദയം പോലും നശിക്കപ്പെടുവാൻ അനുവദിക്കില്ലേ. കർത്താവിന്റെ ദാസിദാസന്മാരായി അങ്ങയുടെ നിന്നെ ചുമന്ന് പാളയത്തിന് പുറത്തു പോകേണ്ടി വന്നാലും, കഷ്ട സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കാതെ ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വീകരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണം. അങ്ങയുടെ ബലമാർന്ന കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തൃസന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങളുടെ വേലയ്ക്കായി ആമേൻ ഓരോരുത്തരെയും കർത്താവെ സമർപ്പിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായി അനേകരെ നേടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയാചന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.